ലവൻ മാറിയത് വെറുതെ അല്ല, ചെയ്തു കൂട്ടിയത് ഇതൊക്കെ. അതായത് വട്ടിയൂർക്കാവ് MLA ആയിട്ടുള്ള VK പ്രശാന്ത്, ഈ പ്രശാന്ത് എന്തുകൊണ്ടാണ് അവിടുന്ന് മാറിയത് എന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് പറയുന്നു. വട്ടിയൂർക്കാവിലെ നന്മമരം MLA ശാസ്തമംഗലത്തെ ഓഫീസ് റൂം ഒഴിയുന്നു. മാർച്ച് വരെ വാടക അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒഴിഞ്ഞു പോകുന്ന പ്രശ്നമില്ല, വേണമെങ്കിൽ ഒഴിപ്പിക്കാൻ നോക്കൂ എന്നൊക്കെ വീരവാദം മുഴക്കിയ സഖാവിന് എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു വെളിപാട് തോന്നാൻ? മണ്ഡല അലവൻസുകൾ ഉൾപ്പെടെ ധാരാളം സർക്കാർ ബത്തകൾ ലഭിച്ചിട്ടും സ്വന്തം മണ്ഡലത്തിൽ തന്നെയുള്ള MLA ഹോസ്റ്റലിൽ 2 റൂമുകൾ അനുവദിക്കപ്പെട്ടിട്ടും എന്തിനാണ് വീണ്ടും കോർപ്പറേഷൻ കെട്ടിടം കുറഞ്ഞ നിരക്കിൽ, അതും 872 രൂപയാണ്, ഉപയോഗിക്കുന്നത് എന്നത് ആയിരുന്നല്ലോ പ്രധാന ആക്ഷേപം. എന്നാലേ അത് മാത്രമല്ല ക്രമക്കേടുകൾ. ഇനി ക്രമക്കേടുകളുടെ ലിസ്റ്റ് വരിക എങ്ങനെയെന്നറിയാമോ? മുൻ മേയർ ബ്രോ 6 വർഷം മുൻപാണ് കോർപ്പറേഷനുമായി വാടക കരാർ എഴുതിയത്. 100 സ്ക്വയർ ഫീറ്റിന് 872 രൂപ എന്നാണ് രേഖകളിൽ കാണിച്ചിട്ടുള്ളത് കൗൺസിൽ തീരുമാനപ്രകാരം. പക്ഷെ ഉപയോഗിക്കുന്നതാവട്ടെ 350 സ്ക്വയർ ഫീറ്റ്, അതായത് ഇരട്ടി, 3 ഇരട്ടിക്കും മേലെ, 3.5 ഇരട്ടി എന്നാണ് സ്ക്വയർ ഫീറ്റ് സ്ഥലവും. മാത്രമല്ല കോർപ്പറേഷൻ കെട്ടിടം വീണ്ടും പാർട്ടീഷൻ ചെയ്ത് MLAക്ക് ഒരു AC ഓഫീസും വിശ്രമമുറിയും ബാത്റൂമും ഹാളിൽ സ്റ്റാഫിനിരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തത് കൗൺസിൽ തീരുമാനപ്രകാരം ആണോ, കോർപ്പറേഷൻ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്നതാണ് ആദ്യ ചോദ്യം. കേവലം 872 രൂപയ്ക്ക് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ കറണ്ട് ചാർജ്, വെള്ളം ചാർജ് എന്നിവ പ്രത്യേകം ഈടാക്കിയിരുന്നോ, അതോ MLAയുടെ AC റൂമിന്റെ ബാധ്യതയും കോർപ്പറേഷൻ തന്നെയായിരുന്നോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി വരുന്നു മറ്റ് പ്രതിപക്ഷ ഭരണപക്ഷ MLAമാർക്ക് പോലും ലഭിക്കാത്ത ഇത്തരം അധിക സൗകര്യങ്ങൾ താരതമ്യേന ജൂനിയർ ആയ വട്ടിയൂർക്കാവ് MLAക്ക് മാത്രമായി എങ്ങനെ ലഭിക്കുന്നു എന്നത് മൂന്നാമത്തെ ചോദ്യം. ഇനിയോ, ശാസ്തമംഗലം കൗൺസിലർക്ക് അനുവദിച്ച കെട്ടിടത്തിൽ അവിടുത്തെ കൗൺസിലർക്കും അദ്ദേഹത്തെ കാണാനെത്തുന്ന ജനങ്ങൾക്കും ഓഫീസ് റൂമിലേക്ക് എത്താൻ തിങ്ങി ഞെരുങ്ങി MLAയുടെ സ്റ്റാഫിന്റെ ഇടയിലൂടെ പോണമെന്ന അവസ്ഥ കണ്ടിട്ട് 5 വർഷത്തോളം ജനപ്രതിനിധിയായി തുടരുന്ന ഇദ്ദേഹത്തിന് ഒരു മനസ്താപവും തോന്നിയില്ല എങ്കിൽ ജനാധിപത്യ ചിന്തയുടെ ഒരു തരിമ്പും ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലേ എന്നല്ലേ കരുതേണ്ടത്? CPM ഭരിക്കുന്ന കോർപ്പറേഷനിൽ പ്രതിപക്ഷ അംഗമായ ശാസ്തമംഗലം കൗൺസിലർ തന്റെ സ്വന്തം ഓഫീസിൽ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയൊക്കെ പോയാൽ മതി എന്നായിരുന്നോ ഇവരുടെ മനോഭാവം? പ്രതിപക്ഷ കൗൺസിലറുടെ ഓഫീസിൽ എത്തുന്നവർക്ക് കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷൻ ഭരിച്ചിരുന്ന CPMനെതിരെ ഒരു പരാതിയും പറയാൻ നിവൃത്തി ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്തിരിക്കുന്ന MLAയുടെ ജീവനക്കാർ കേൾക്കാതെ ഒരു പരാതിയും അറിയിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് 5 വർഷം നിർജീവ അവസ്ഥയിലായിരുന്നു പ്രസ്തുത ഓഫീസ്. ഇത് കടുത്ത ജനാധിപത്യ ലംഘനമല്ലേ? ഇതിന് ഉത്തരവാദി മുൻ കോർപ്പറേഷൻ ഭരണസമിതിയും യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ വാണിരുന്ന MLAയും തന്നെയാണ്. കോർപ്പറേഷൻ ജീവനക്കാർ വന്ന് MLAയുടെ ഓഫീസ് റൂം അളന്നാൽ വാടക കരാർ ലംഘനം വെളിപ്പെടും എന്ന സാഹചര്യം വന്നപ്പോൾ മുഖം രക്ഷിക്കാനും പിടിച്ചു നിൽക്കാനും വേണ്ടി നടത്തുന്ന തടിതപ്പലാണ് ഇപ്പോൾ നടത്തുന്ന ഈ ഓഫീസ് ഒഴിയൽ എന്നത് ന്യായമായും പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട്, പൊതുജനത്തിന് സംശയിക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും അന്തരീക്ഷത്തിൽ ഉയരുന്ന ചോദ്യങ്ങളെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് MLA തിരിച്ചറിയണം. ഗംഭീര ആർട്ടിക്കിൾ ആണ്. ആ ആർട്ടിക്കിൾ ഒരു വാർത്തയായിട്ട് ഇത് ചാനലുകാരൊന്നും കൊടുക്കാത്തൊരു സംഭവം തന്നെയാണ്. എന്തായാലും തിങ്ങി നിറഞ്ഞ ഒരുപാട് വാർത്തകൾ, മാധ്യമങ്ങൾ മുക്കുന്ന ഒരുപാട് വാർത്തകൾ, ആ വാർത്തകൾ കൃത്യമായിട്ട് പുറത്തേക്ക് ഇടുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം.